സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീൻ ട്രാൻസ്ഫർ ടെക്നിക്കിനെ പറ്റിയാണ്. സോ എന്താണ് ജീൻ ട്രാൻസ്ഫർ, അത് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജനറ്റിക് ഇൻഫോർമേഷനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക്. സോ എന്താണ് ജീൻ ട്രാൻസ്ഫർ? സോ ജീൻ ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, നമ്മളൊരു ജീനിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു ഫ്രം വൺ DNA മോളിക്യൂൾ ടു അനദർ DNA മോളിക്യൂൾ. ഒരു DNA മോളിക്യൂളിൽ നിന്ന് വേറൊരു DNA മോളിക്യൂളിലോട്ട് നമ്മൾ എന്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു? ജനറ്റിക് ഇൻഫോർമേഷൻ, അതായത് ജനറ്റിക് ഇൻഫോർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന ജീൻസിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് വേണ്ട ഒരു ഡിസൈറബിൾ ജീനിനെ നമ്മൾ ഒരു ഓർഗാനിസത്തിൽ നിന്നും വേറൊരു ഓർഗാനിസത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. എന്നിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ അതിന്റെ സ്റ്റേബിൾ ഇന്റഗ്രേഷനും അതിന്റെ എക്സ്പ്രഷനും ഒക്കെ നോക്കിയിട്ട് നമ്മൾ വേറൊരു ജീനോമിലോട്ട് നമ്മൾ കടത്തിവിടുന്നു. സോ ഇതിനെയാണ് നമ്മൾ ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ജീനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ എന്താ സംഭവിക്കുക? ജനറ്റിക് ഇൻഫോർമേഷൻസിനാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഈ ട്രാൻസിയൻ ട്രാൻസ്ഫോർമേഷൻ മെയിൻലി ഒക്കേഴ്സ് ചെയ്യുന്നത് വെൻ DNA ഈസ് നോട്ട് ഇന്റഗ്രേറ്റഡ് ഇൻ ടു ഹോസ്റ്റ് ജീനോം ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ പറ്റുള്ളൂ. സോ സ്റ്റേബിൾ ട്രാൻസ്ഫോർമേഷൻ എപ്പോഴാണ് നമുക്ക് നടന്നു എന്ന് പറയാൻ പറ്റുന്നത്? ഈ DNA നമ്മൾ ഹോസ്റ്റ് ജീനോമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും? സബ്സീക്വന്റ് ജനറേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഇതൊരു സ്റ്റേബിൾ ട്രാൻസ്ഫോർമേഷൻ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ ട്രാൻസ്ഫേർഡ് ചെയ്തിരിക്കുന്ന ജീനെ നമ്മൾ ട്രാൻസ് ജീൻ എന്നും, ഈ ഓർഗാനിസം അല്ലെങ്കിൽ ദ ഓർഗാനിസം ദാറ്റ് ഡെവലപ്പ് ആഫ്റ്റർ എ സക്സസ്ഫുൾ ജീൻ ട്രാൻസ്ഫർ ഈസ് നോൺ ആസ് ട്രാൻസ്ജെനിക് വൺ എന്ന് പറയും. അല്ലെങ്കിൽ അതിപ്പോ ഒരു ഓർഗാനിസം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ട്രാൻസ്ജെനിക് ഓർഗാനിസം എന്ന് പറയാം. സോ മെത്തേഡ്സ് ഓഫ് ജീൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വിധത്തിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ അത് ഏതൊക്കെയാന്ന് നോക്കാം. മെയിൻലി 2 മെത്തേഡ്സ് ആണ്: DNA ട്രാൻസ്ഫർ ബൈ നാച്ചുറൽ മെത്തേഡ്സ് ആൻഡ് DNA ട്രാൻസ്ഫർ ബൈ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, സോ നാച്ചുറൽ മെത്തേഡ്സിൽ വരുന്നതാണ് കോൺജുഗേഷൻ, ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ, റിട്രോവൈറൽ ട്രാൻസ്ഡക്ഷൻ ആൻഡ് അഗ്രോബാക്ടീരിയം-മീഡിയേറ്റഡ് ട്രാൻസ്ഫർ. സോ കോൺജുഗേഷൻ മെയിൻലി നടക്കുന്നത് F പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്മിഡിന്റെ പ്രസൻസിലായിരിക്കും. ബാക്ടീരിയ വിച്ച് ഹാവ് F പ്ലാസ്മിഡ് എന്ന് പറയുന്ന ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി നമ്മൾ F+ ഓർ മെയിൽ ബാക്ടീരിയാസ് എന്ന് പറയും. അതായത് F പ്ലാസ്മിഡ് ഉള്ളതിനെ നമ്മൾ F+, അതായത് മെയിലുകൾ എന്ന് പറയും. ഇല്ലാത്തതിനെ നമ്മൾ F- ഓർ ഫീമെയിൽ ബാക്ടീരിയാസ് എന്ന് പറയും. ഈ F പ്ലാസ്മിഡിന് 25 ജീൻസ് ഉണ്ട്. അത് മെയിൻലി എന്തിനാ ചെയ്യുന്നത്? മെയിൻലി സെക്സ് പിലിയുടെ പ്രൊഡക്ഷനെ കോഡ് ചെയ്യുന്ന ജീനുകളാണ്. അപ്പോൾ F പ്ലാസ്മിഡ് ഉള്ളതിന് നമ്മൾ മെയിൽ എന്ന് പറയും, ഇല്ലാത്തതിനെ നമ്മൾ ഫീമെയിൽ എന്ന് പറയും. ഈ F പ്ലാസ്മിഡ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ F പ്ലാസ്മിഡിൽ 25 ജീൻസ് ഉണ്ട്. അത് എന്തിനാണ്? പ്രൊഡക്ഷൻ ഓഫ് സെക്സ് പിലി. സെക്സ് പിലി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തിനാണ്? നമ്മുടെ ജനറ്റിക് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സെക്സ് പിലീസ് എന്ന് പറയുന്നത്. ഈ കോൺജുഗേഷൻ ഇവൻ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ മെയിൽ സെൽസ് എന്ത് ചെയ്യും? അതിന്റെ സെക്സ് പിലീനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഫീമെയിൽ സെൽസുമായിട്ട് അറ്റാച്ച്ഡ് ആവും. ഈ അറ്റാച്ച്മെന്റ് എന്ത് ചെയ്യും? ഒരു സൈറ്റോപ്ലാസ്മിക് ബ്രിഡ്ജ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ കൂടെ നമ്മുടെ ഈ റിപ്ലിക്കേറ്റിംഗ് F പ്ലാസ്മിഡിന് അതിന്റെ ജനറ്റിക് ഇൻഫോർമേഷനെ ഫീമെയിലിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മെയിലിൽ നിന്ന് ഫീമെയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും 2 മെയിൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, when the F plasmid is integrated within the bacterial chromosomes, then the cell is called HFR cells, high frequency of recombination cells എന്ന് പറയും. ഓക്കെ, F പ്ലാസ്മിഡ് ബാക്ടീരിയൽ ക്രോമസോമായിട്ട് ഇന്റഗ്രേറ്റ് ആയതിനെ നമ്മൾ HFR സെൽസ് ഓർ ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ സെൽസ്. സോ ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് F സെൽ എന്ന് പറയുന്നത്, വിച്ച് ഹാവ് എ F ഫാക്ടർ പ്ലാസ്മിഡ്. ഇതിനകത്തുള്ള ജീനോമൾ സെക്സ് പിലി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് F- സെല്ലുമായിട്ട് വന്നിട്ട് അറ്റാച്ച് ചെയ്ത് ഒരു കോൺജുഗേഷൻ കനാൽ ഉണ്ടാക്കും. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിന്റെ റിപ്ലിക്കേഷൻ നടക്കുക F ഫാക്ടറിന്. സോ F ഫാക്ടർ അതിന്റെ F- സെല്ലിനകത്തോട്ട് കൊടുക്കുന്നു. സോ അതിന്റെ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 H+ സെല്ലുകൾ കിട്ടും. 2 ഫെർട്ടൈൽ ഫാക്ടേഴ്സ് ഉള്ള സെല്ലുകൾ നമുക്ക് കിട്ടും. ഇനി അതുപോലെ തന്നെ അതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ബാക്ടീരിയൽ ക്രോമസോമുമായിട്ട്
ഈ ബാക്ടീരിയൽ ക്രോമസോമായിട്ട് നമ്മുടെ ഈ എഫ് പ്ലാസ്മിഡ് ബൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ എഫ് പ്ലസ് ഇത് ക്രോമസോംസ് ബൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ HFR സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ഫ്രീക്വന്റ് സെൽസ് എന്ന് പറയുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായി. സോ നെക്സ്റ്റ് നാച്ചുറൽ മെത്തേഡാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി DNA which is outside of the cell membrane അതിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻടേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ട്രാൻസ്ഫോർമേഷൻ ഈസ് ദ ഡയറക്റ്റ് അപ്ടേക്ക് ഓഫ് എക്സോജീനസ് DNA ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ് ആൻഡ് ടേക്കൺ അപ്പ് ത്രൂ ദ സെൽ മെംബ്രെയിൻ. അതായത് ഒരു സെല്ലിന്റെ പുറത്തുള്ള എക്സോജീനസ് എവിടെയെങ്കിലൊക്കെ കിടക്കുന്ന DNA സെൽ മെംബ്രെയിൻ കൂടെ നമ്മൾ അകത്തോട്ട് എടുക്കുന്നു. എന്നിട്ട് നമ്മുടെ സെല്ലിനകത്തുള്ള DNA ആയിട്ടൊക്കെ അതിലൊക്കെ ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചുകളൊക്കെ വരുത്തുക. ഈ ട്രാൻസ്ഫോർമേഷൻ മെയിൻലി നാച്ചുറലി ഒക്കർ ചെയ്യാറുണ്ട് ചില സ്പീഷീസിൽ. പക്ഷെ ചില കേസിനകത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട് ചില സ്പീഷീസിന്റെ കേസിൽ. ഈ ട്രാൻസ്ഫോർമേഷൻ, ഈ ട്രീറ്റ്മെന്റ് നടന്ന സെല്ലുകളെ നമ്മൾ കോമ്പിറ്റന്റ് സെൽസ് എന്നാണ് പറയാറുള്ളത്. പിന്നെ നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കുന്ന DNAs ക്രോമസോമായിട്ട് ഇന്റഗ്രേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഈ സെല്ലിനകത്ത് തന്നെ കിടന്ന് സോ ഈ കാണിച്ചിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് ബാക്ടീരിയൽ സെല്ല്, ബാക്ടീരിയൽ ക്രോമസോംസ്. സോ ഇതിപ്പം ഇത് വേറൊരു ബാക്ടീരിയ. ഇതിപ്പോ ഇങ്ങനെ പുറത്ത് കിടക്കുന്ന എക്സോജീനസ് DNA ഇതിന്റെ സെൽ മെംബ്രെയിനിൽ കൂടെ നമ്മൾ ഈ പുതിയ DNA കടത്തുകയും അത് എന്നിട്ട് ബാക്ടീരിയൽ ക്രോമസോമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് പുതിയൊരു ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ നടന്നിരിക്കുന്നത്. ഒരു സിമ്പിൾ മെത്തേഡാണ്. നെക്സ്റ്റ് മെത്തേഡാണ് ട്രാൻസ്ഡക്ഷൻ മെത്തേഡ്. ട്രാൻസ്ഡക്ഷൻ മെത്തേഡിൽ എന്താണ് നടക്കുന്നത്? ഇതിനകത്ത് മെയിൻലി ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് ബൈ ദ ഹെൽപ്പ് ഓഫ് എ ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇതിനകത്ത് ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. സോ സെല്ലിനകത്ത് ഇൻഫെക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇഫ് ലൈസോജനിക് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയൽ സെല്ലിനെ ഇന്ററപ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാണ്ട് ബേസ്റ്റ് ഒന്നും ചെയ്യാണ്ട് ബാക്ടീരിയൽ ക്രോമസോമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് തൗസൻഡ്സ് ഓഫ് ജനറേഷന് അതിനകത്ത് തന്നെ ഡോർമെന്റ് ആയിട്ട് കിടക്കുക. ലൈറ്റിക് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വേണ്ട പ്രൊഡക്ഷൻസും എല്ലാം അതിനുള്ളിൽ വെച്ച് ചെയ്തതിന് ശേഷം ആ ഹോസ്റ്റിനെ നശിപ്പിച്ചിട്ട് പുറത്തോട്ട് കിടക്കാം, റിലീസ് ചെയ്യാം. സോ ഈ കാണിച്ചിരിക്കുന്ന ട്രാൻസ്ഡക്ഷൻ പ്രോസസ്സാണ്. ഫസ്റ്റ് എന്ത് സംഭവിക്കും, പേജ് DNA ഇൻഫെക്ട് ചെയ്യും. എന്നിട്ട് പേജ് എൻസൈംസ് ഹോസ്റ്റ് DNA ഡീഗ്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, സെൽ സിന്തസിസ് ഓഫ് ന്യൂ പേജ് ദാറ്റ് ഇൻകോപ്പറേറ്റ്സ് ദ പേജ് DNA ആൻഡ് മിസ്റ്റേക്കലി സം ഹോസ്റ്റ് DNA. എന്നിട്ട് ഇത് സംഭവിക്കും, transducing the page injects donor DNA. പിന്നെ donor DNA is incorporated into recipient chromosomes by recombination. ഇത്രയാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. സോ നെക്സ്റ്റ് നാച്ചുറൽ മെത്തേഡ് ആണ് Agrobacterium-mediated transfer. സോ ഈ മെത്തേഡിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രോബാക്ടീരിയം ടൂമിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, അതിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മളിത് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഈ ഒരു ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോയിൽ ബോൺ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. മെയിൻലി ഡൈക്കോട്ട് പ്ലാന്റ്സിനെയാണ് ഇത് ഇൻവേഡ് ചെയ്യുന്നത്. സോ ഇത് മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ ലെവലിൽ ഇഞ്ചേർഡ് ആയിട്ടിരിക്കുന്ന പ്ലാന്റ്സിന് ക്രൗൺ ഗോൾ ഡിസീസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഈ ഡിസീസ് കോസ് ചെയ്യാനുള്ള ഈ എബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ദ പ്രസൻസ് ഓഫ് ദ TI പ്ലാസ്മിഡ് വിത്തിൻ ദ ബാക്ടീരിയ. സോ ബാക്ടീരിയയിലുള്ള TI പ്ലാസ്മിഡ് ആണ് ഈ ഒരു എബിലിറ്റി ഇതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ TI പ്ലാസ്മിഡിനെ നമുക്ക് ജീൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, അതായത് പ്ലാന്റ് സെൽസിനകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് യൂസ്ഫുൾ TI പ്ലാസ്മിഡ്സ് എന്താന്ന് നോക്കാം. സോ TI പ്ലാസ്മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ റിമാർക്കബിൾ ഫീച്ചർ that after infection part of a molecule is integrated into the plant chromosomal DNA. ഈ TI ട്യൂമർ ഇൻഡ്യൂസ്ഡ് പ്ലാസ്മിഡ്സ്, ഓക്കെ, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫെക്ഷൻ കോസ് ചെയ്തതിന് ശേഷം അതിന്റെ മോളിക്യൂളിനെ പ്ലാന്റ് ക്രോമസോമൽ DNA ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഇതിന് സാധിക്കും. ഈ സെഗ്മെന്റിനെയാണ് നമ്മൾ പറയുന്നത് tDNA and it has a size between 15 to 30 kb and depending upon the strain. The tDNA contains 8 or so genes that are expressed in the plant cells and responsible for the cancerous properties of the transformed cells.
DNA-ക്ക് ഒരു 8 അതിൽ കൂടുതലുള്ള ജീൻസ് ഉണ്ടാവും which express the plant cells and responsible for the cancer properties that transform the cells. ക്യാൻസറസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കാനായിട്ട് തുടങ്ങും. സോ ഈ ജീൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ഓൾസോ യൂസ് ഫോർ ദ ഡയറക്റ്റ് സിന്തസിസ് ഓഫ് അൺയൂഷ്വൽ കോമ്പൗണ്ട്സ് കോൾഡ് ഒപ്പീൻസ് that the bacteria use as a nutrient. Okay. The virulent region, അതായത് vir region of this plasmid contains the genes for the DNA transfer process. ഇതിനകത്ത് വിറുലൻസി കോസ് ചെയ്യുന്ന ആ റീജിയൻ ആണ് നമ്മൾ മെയിൻലി DNA ട്രാൻസ്ഫർ പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. And the genes in this region encode the DNA processing enzymes required for excision, transfer and integration of the tDNA. സോ ഈ tDNA എന്ന് പറയുന്നത് tDNA റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TI പ്ലാസ്മിഡിന്റെ ലെഫ്റ്റ് ബോർഡറും റൈറ്റ് ബോർഡറും ഇതിനിടയിലുള്ള സീക്വൻസിന്റെ ഇടയിൽ വരുന്ന പ്രസൻസിലായിട്ടുള്ള ഈ രണ്ട് സീക്വൻസിന്റെ പ്രസൻസിലായിട്ട് വരുന്ന ഇടയിലായിരിക്കും നമ്മുടെ tDNA റീജിയൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ബോർഡർ സീക്വൻസിൽ മെയിൻലി 24 ബേസ് പെയർസ് ഉണ്ടാവും വിച്ച് ഇംപെർഫെക്റ്റ് റിപ്പീറ്റ്സ് ആൻഡ് ഈ എനി DNA ബിറ്റ്വീൻ these borders will be transferred to the genome of the plant. നമുക്ക് ഇതിനിടയിലുള്ള ഏതെങ്കിലും ഉള്ള ജീനോംസിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു റീജിയനത്തേക്ക് നമ്മൾ പ്ലാന്റ് ജീനോമിനോത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യും. സോ TA പ്ലാസ്മിഡിന് ഒരു ഇന്നേറ്റ് എബിലിറ്റി ഉണ്ട് എന്ത് ചെയ്യാൻ? ബാക്ടീരിയൽ DNA പ്ലാന്റ് സെൽസിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. സോ TI പ്ലാസ്മിഡിനകത്തുള്ള tDNA റീജിയൻ ആണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി ട്രാൻസ്ഫർ ആയിട്ടുള്ള പ്ലാസ്മിഡ്സിനെ നമ്മൾ എന്താ പറയുക? റീകോംബിനന്റ് പ്ലാസ്മിഡ്സ് എന്നാണ് നമ്മൾ പറയുക. സോ ഈ അഗ്രോബാക്ടീരിയം ഇൻഫെക്ഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഡോണർ ജീൻസ് അതിന്റെ റീകോംബിനന്റ് ആയിട്ടുള്ള ഈ TI പ്ലാസ്മിഡ്സിനെ എന്ത് ചെയ്യും? ഹോസ്റ്റ് പ്ലാന്റ്സിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യും, സക്സസ്ഫുള്ളി ട്രാൻസ്ഫർ ചെയ്യും. സോ ഇറ്റ് ഹാവ്സ് എ ഗുഡ് എഫക്ട്. നമുക്കതൊരു ന്യൂട്രിയന്റ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നാച്ചുറൽ മെത്തേഡ്സ് വഴിയായിട്ടുള്ള DNA ട്രാൻസ്ഫർ ആണ്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ്, DNA ട്രാൻസ്ഫർ ബൈ ആർട്ടിഫിഷ്യൽ മെത്തേഡ്. അത് മെയിൻലി 3 ടൈപ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഫിസിക്കൽ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ് ആൻഡ് ഇലക്ട്രിക്കൽ മെത്തേഡ്. സോ ഫിസിക്കൽ മെത്തേഡിനകത്ത് മെയിൻലി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഇഞ്ചക്ഷൻ ആൻഡ് ബയോളിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ. നെക്സ്റ്റ് കെമിക്കൽ മെത്തേഡിലെ DNA ട്രാൻസ്ഫർ ബൈ കാൽസ്യം ഫോസ്ഫേറ്റ് മെത്തേഡ് ആൻഡ് ലിപ്പോസോം-മീഡിയേറ്റഡ് ട്രാൻസ്ഫർ. ആൻഡ് ഇലക്ട്രിക്കൽ മെത്തേഡിൽ വരുന്നത് ഇലക്ട്രോപോറേഷൻ. സോ ഇത്രയാണ് മെയിൻലി ആർട്ടിഫിഷ്യൽ മെത്തേഡ്. ഇനി നമുക്കിത് ഓരോന്നും സോ ഫസ്റ്റ് മെത്തേഡാണ് ഫിസിക്കൽ മെത്തേഡിലെ ഫസ്റ്റ് മെത്തേഡാണ് ഇലക്ട്രോപോറേഷൻ എന്ന് പറയുന്നത്. സോ ഇലക്ട്രോപോറേഷൻ എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ ഇലക്ട്രിക് പൾസസിന്റെ ഹെൽപ്പോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? ഒരു സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിനിൽ പോസ് ഉണ്ടാക്കും. ഈ പോസിനെ നമ്മൾ അതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? DNA നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവുന്ന പോസിനെ നമ്മൾ പറയുന്നത് ഇലക്ട്രോപോസ് എന്നാണ്. സോ ഈ മെത്തേഡിനകത്ത് നമ്മൾ DNA കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ സെൽസിനെ പ്ലേസ് ചെയ്യും, എന്നിട്ട് അതിനകത്തോട്ട് ഇലക്ട്രിക് പൾസുകൾ കൊടുക്കും. സോ ബൈ ദ എഫക്ട് ഓഫ് ദിസ് ഇലക്ട്രിക് പൾസ് there may be holes present in this membrane of the cell and അതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഫോറിൻ DNA നമ്മൾ മെംബ്രെയിൻ ത്രൂ ദ മെംബ്രെയിൻ നമ്മൾ സെൽസിനകത്തോട്ട് കടത്തിവിടാണ് ചെയ്യുന്നത്. സോ അഡ്വാൻറ്റേജ് ഓഫ് ഇലക്ട്രോപോറേഷൻ എന്ന് പറയുന്നത് മെയിൻ ഇറ്റ് ഈസ് എ ഫാസ്റ്റ് മെത്തേഡ് ആൻഡ് ലെസ് കോസ്റ്റ്ലി വൺ ആൻഡ് അപ്ലൈഡ് ഫോർ എ നമ്പർ ഓഫ് സെൽ ടൈപ്സ്. Simultaneously, a larger number of cell can be treated. High percentage of stable transformants can be produced. So ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് മെത്തേഡ് ആണ് മൈക്രോ ഇഞ്ചക്ഷൻ. സോ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മൾ DNA അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട DNA നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്ലാസ് മൈക്രോപിപ്പറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്. സോ ഈ ഗ്ലാസ് മൈക്രോപിപ്പറ്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി 0.5 to 5 മൈക്രോമീറ്റർ ആയിരിക്കും സൈസ്. അത് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിൽ കൂടെയൊക്കെ ഈസിലി പെനിട്രേറ്റ് ചെയ്യും.
ആൻഡ് ദ ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ ഈസിലി പെനിട്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൽ കൂടെ ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ ഡിസൈറബിൾ ജീൻ ദെൻ ഇഞ്ചക്ട്, അതിനുശേഷം കടത്തിന് ശേഷം നമ്മൾ സബ്സെല്ലാർ കമ്പാർട്ട്മെന്റിലോട്ട് എന്ത് ചെയ്യും, ഇഞ്ചക്ട് ചെയ്തതിനു ശേഷം നീഡിൽ നമ്മൾ, സോ അതിന്റെ പിക്ചറാണ് ഈ കാണിക്കുന്നത്. ലിമിറ്റേഷൻസ് ഓഫ് മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി കോസ്റ്റ്ലി പ്രോസസ്സാണ്. അതുപോലെ സ്കിൽഡ് പേഴ്സൺസിന് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല സ്കിൽഡ് പേഴ്സൺസ് അല്ല ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് മിസ്റ്റേക്ക് ആവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുപോലെ നമുക്ക് മോർ യൂസ്ഫുൾ ഇൻ അനിമൽ സെൽസ്. ബയോളിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അനദർ ഫിസിക്കൽ മെത്തേഡ്. ഇതിനകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസിങ് ദ ഹെൽപ്പ് ഓഫ് മൈക്രോ പ്രൊജക്ടൈൽസ് നമ്മൾ DNA ഡെലിവറി ചെയ്യാണ് നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള സെൽസിനകത്തും ടിഷ്യൂസിനകത്തും. ഇതിൽ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞാൽ ജീൻ ഗൺ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്, വിച്ച് ലിറ്ററലി ഫയർസ് ദ DNA ഇൻ ടു ദ ടാർഗറ്റ് സെൽസ്. എന്നിട്ട് ഈ DNA ട്രാൻസ്ഫോം എന്ത് ചെയ്യും, നമ്മുടെ സെല്ലിനകത്ത് ട്രാൻസ്ഫോം ചെയ്യും, വിച്ച് ഈസ് കോട്ടഡ് ഓൺ ടു ദ മൈക്രോസ്കോപ്പിക് ബീഡ്സ് മെയ്ഡ് ബൈ ഐദർ ഗോൾഡ് ഓർ ടങ്സ്റ്റൺ ലൈക്ക് എ ബുള്ളറ്റ്. ഈ കോട്ടഡ് ആയിട്ടുള്ള ബീഡ്സ് ദെൻ അറ്റാച്ച് ടു ദ എൻഡ് ഓഫ് ദ പ്ലാസ്റ്റിക് ബുള്ളറ്റ് ആൻഡ് ലോഡഡ് ഇൻ ടു ദ ഫയറിംഗ് ചേംബർ ഓഫ് ദ ജീൻ കൺ. സോ ഒരു ജീൻ കണ്ണിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ DNA നമ്മൾ ടങ്സ്റ്റനോ ഗോൾഡോ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബീഡിനകത്ത് ആയിരിക്കും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. സോ ഈ കോട്ടഡ് ബീഡ്സിനെ നമ്മൾ ജീൻ കണ്ണിൽ വച്ചിട്ട് ലൈക്ക് എ ബുള്ളറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഫയർ ചെയ്യും. അപ്പോൾ ഈ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഫോഴ്സ് എന്ത് ചെയ്യും, DNA ലൈക്ക് എ ബുള്ളറ്റ്, അതായത് ബുള്ളറ്റ് വിച്ച് ഈസ് കോട്ടഡ് വിത്ത് ബുള്ളറ്റ് ആയിരിക്കും. ഒരു നമ്മൾ ഇമാജിൻ ചെയ്യുക ഒരു ബുള്ളറ്റ്, അതിനകത്ത് നമ്മൾ DNA വെച്ചിട്ടുണ്ട് വിച്ച് ഈസ് കോട്ടഡ് വിത്ത് ബീഡ്സ് ആൻഡ് നമ്മൾ അതിന് ടാർഗറ്റ് സെല്ലിനകത്തോട്ട് ഫയർ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു ഫോഴ്സോട് കൂടിയിട്ട് അത് ആ സെൽസിന്റെ ബാരിയേഴ്സിനെയൊക്കെ എന്ത് ചെയ്തിട്ട് അകത്തോട്ട് വരാണ് ചെയ്യുന്നത്. ചില ബീഡ്സ് എന്ത് ചെയ്യും, passes through the cell wall into the cytoplasm of the target cells. സോ ഇത് ആ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത് അതിന്റെ. സോ ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ട DNA ഒക്കെ നമ്മൾ ഒരു ഇതിനകത്തോട്ട് ടങ്സ്റ്റൺ മൈക്രോ പാർട്ടിക്കിൾസ് ആയിട്ട് ഇത് ചെയ്യുന്നു. സോ ഈ ബീഡ്സിനെ നമ്മൾ ഗണ്ണിനകത്തോട്ട് ലോഡ് ചെയ്യാണ്. സോ ഈ ഗണ്ണിന്റെ ഹെൽപ്പോട് കൂട്ടിയിട്ട് ടാർഗറ്റ് ടിഷ്യൂല് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്യുന്നു. ചില ഇത് എന്ത് ചെയ്യും, ഇതിനകത്തോട്ട് കയറി പറ്റും. എന്നിട്ട് പിന്നെ നമ്മൾ അതിനെ കൾച്ചർ ചെയ്തിട്ട് റീജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് മെത്തേഡാണ് ലിപ്പോസോം മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ. സോ അതെന്ന് പറയുമ്പോഴത്തേക്കും ലിപ്പോസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി സ്പിയേഴ്സ് ഓഫ് ലിപ്പിഡ്സ് വിച്ച് ക്യാൻ ബി യൂസ് ടു ട്രാൻസ്പോർട്ട് മോളിക്യൂൾസ് ഇൻ ടു ദ സെൽസ്. സോ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ artificial vesicles that can act as delivery agents for exogenous materials including transgenes which is known as liposomes. എന്നിട്ട് ഇതിന് നമ്മൾ ട്രാൻസ്പോർട്ടിന് നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ് ആഫ്റ്റർ ഫ്യൂസിങ് വിത്ത് ദ സെൽ മെംബ്രെയിൻ. അപ്പോൾ കാറ്റയോണിക് ലിപ്പിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ദോസ് ഹാവിംഗ് പോസിറ്റീവ് ചാർജ് ആർ യൂസ്ഡ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ന്യൂക്ലിയസ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി സിംപ്ലിസിറ്റി ആണ്, ലോങ് ടേം സ്റ്റെബിലിറ്റി, ലോ ടോക്സിസിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ന്യൂക്ലിക് ആസിഡ് ഫ്രം ഡീഗ്രഡേഷൻ. സോ നെക്സ്റ്റ് മെത്തേഡാണ് കാൽസ്യം ഫോസ്ഫേറ്റ് മീഡിയേറ്റഡ് DNA ട്രാൻസ്ഫർ. സോ നമ്മൾ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഒരു കെമിക്കൽ മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈസോസൈം ട്രീറ്റഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് പറയുന്ന മെത്തേഡാണ് കാൽസ്യം ഫോസ്ഫേറ്റ് മീഡിയേറ്റഡ് DNA ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഈ കെമിക്കൽ മെത്തേഡിനകത്ത് നമ്മൾ DNA നമ്മൾ കാൽസ്യം ക്ലോറൈഡും പൊട്ടാസ്യം ഫോസ്ഫേറ്റും ഉള്ള സൊല്യൂഷനായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് ഫോം ചെയ്യും. ഓക്കെ, സോ ഈ DNA വിത്ത് കാൽസ്യം ഫോസ്ഫേറ്റിനെ നമ്മൾ സെൽസുമായിട്ട് ഇൻക്യുബേറ്റ് ചെയ്യാൻ വയ്ക്കാണ്. ഒരു കൾച്ചർ ഡിഷിനകത്തോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനകത്തോ നമ്മൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട സെല്ലും ഈ പ്രിസിപ്പിറ്റേറ്റഡ് DNA കൂടെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ സെൽസ് എൻഡോസൈറ്റസിസ് വഴി ഈ കാൽസ്യം ഫോസ്ഫേറ്റ്സിനെ എന്ത് ചെയ്യും, സ്വീകരിക്കും. ഓക്കെ, സോ ആ മെത്തേഡാണ് ട്രാൻസ്ഫെക്ഷൻ എഫിഷ്യൻസി ടു ക്വൈറ്റ് ലോ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ആ ഒരു മെത്തേഡാണ് ഈ പിക്ചറിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡാണ് പോളി എത്തിലിൻ ഗ്ലൈക്കോൾ മീഡിയേറ്റഡ് ട്രാൻസ്ഫർ. സോ ഇതിനകത്ത് എന്തായിരിക്കും, ഈ മെത്തേഡ് മെയിൻലി യൂട്ടിലൈസ് ചെയ്യുന്നത് പ്രോട്ടോപ്ലാസ്റ്റിന് വേണ്ടി മാത്രമായിരിക്കും. ദിസ് മെത്തേഡ് ഈസ് യൂട്ടിലൈസ് ഫോർ പ്രോട്ടോപ്ലാസ്റ്റ് ഓൺലി. ഈ പോളി എത്തിലിൻ ഗ്ലൈക്കോസിൽ
എന്ത് ചെയ്യും ഗ്ലൈക്കോളിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും ബൈ എൻഡോസൈറ്റോസിസ് ആൻഡ് ദെയർഫോർ ദ DNA uptake occurs. ഈ protoplasts are kept in the solution containing polyethylene glycol or PEG, and after transfer of DNA to the protoplast in the presence of PEG and other chemicals, PEG is allowed to get. So ഇതിന്റെ സ്ക്രീനിങ് എന്ന് പറയുന്നത് മെയിൻലി presence of transgene or gene of interest is detected by several methods like selectable marker gene, southern blotting techniques, northern blotting techniques, and western blotting techniques. So applications of these kinds of DNA or gene transfer is, first of all, gene transfer applications use ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്സിൻ ഡെവലപ്മെന്റ് യൂസ് ചെയ്യാം, പ്രൊഡക്ഷൻ ഓഫ് ട്രാൻസ്ജനിക് അനിമൽസ്, ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ആൻഡ് എയ്ഡ്സ്, ജീൻ ഡിസ്കവറി, ജീൻ തെറാപ്പി, എൻഹാൻസിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. So thank you.